എന്റെ പാല് മൊത്തം കുടിച്ചിട്ട് നീ എന്നെ തല്ലുകയാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഓറഞ്ച്, ഇതൊന്നും ഇവിടെ നടക്കില്ല, പറഞ്ഞേക്കാം. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ദാ നോക്ക്, ഞാൻ അവസാനായിട്ട് പറയാണ്, അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെന്റെ ഫേവറേറ്റ് ടെഡിയാണ്. ഞാനല്ലാതെ ഇതിനാരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി. ഓറഞ്ച്, ഇത് എന്റെ ടെഡിയാണ്. മര്യാദയ്ക്ക് താ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നീ എന്ത് ചെയ്യാം? നിന്റെ കഥ ഇന്ന് തീർക്കോടാ. ഇപ്പോൾ ഞാൻ ഈ ടെഡിയെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. ചെറുതാണെങ്കിൽ ഉണ്ണിയപ്പം, വലുതായാൽ അത് നെയ്യപ്പം. ഈ സ്റ്റേജ് ആണ് എല്ലാവർക്കും വളരെ കടുപ്പം. അടികൈ. എന്തൊക്കെയായാലും ശരി, ഈ തുരപ്പനെ ഞാൻ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കില്ല. ജയിക്കാൻ പോകുന്നത് കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. അതെ. എന്തുവാണേ? അയ്യോ ചേട്ടായി, എന്റെ അമ്മച്ചി. എടേ സൈസ് നോക്കി അറിയടേ. എടാ കർത്ത, നമ്മുടെ തുരപ്പൻ താഴേക്ക് വീണടാ. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. കിട്ടി, കിട്ടിപ്പോയി. കൊതുക് കടിച്ച് ആളുകൾ പനി വന്ന് മരിക്കുന്നു. ഈ വട്ടൻ നന്ദു ആവശ്യമില്ലാതെ ഔട്ടായിരിക്കുന്നു. അടികൈ. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തന്നെ ജയിക്കുമെന്ന്.
ആരെ കൊണ്ടും സണ്ണിയെ തോൽപ്പിക്കാൻ കഴിയില്ല. സണ്ണി തന്നെയാണ് വിജയി. സണ്ണിയെ വിജയിക്കൂ. സണ്ണി തന്നെയായിരിക്കും എന്നും വിജയി. ശരി ഓറഞ്ച്, ഞാൻ നിനക്ക് കഴിക്കാൻ തരാം. ഈ പൂച്ചയെ കണ്ടിട്ട് എനിക്കെന്തോ പെശക് തോന്നുന്നു. സംശയമുണ്ടോ? പണിപണി നിങ്ങളുടെ സ്ഥാനം പോക്കാണെന്നാ തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെങ്ങനെ ഞങ്ങളുടെ സ്ഥാനം പോവുക? എന്റെ ഈശ്വര, ഒന്ന് എഴുന്നേൽക്ക്. ഈ ഹണിക്ക് ശകലമെങ്കിലും ബുദ്ധി കൊടുക്ക്. ഒന്ന് വേഗം. കഴുതേ, നിങ്ങളുടെ കാര്യം പോക്കെന്ന് പറഞ്ഞതാ, മനസ്സിലായോ? എന്റെ തല വല്ലാതെ പെരുക്കുന്നു. എന്തോ സംഭവിക്കാൻ പോവുക. സംശയമുണ്ടോ? നോക്കൂ സർദാർ, ഹണിയും ബണിയും നന്നായി നോക്കിക്കൊള്ളണം. ഒപ്പം ഓറഞ്ചിനെയും. പിന്നെ ആരും കുസൃതി കാട്ടാതെ നീ തന്നെ നോക്കിക്കൊള്ളണം. ശരി മാഡം. ശരി, എന്നാ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇന്നെന്റെ ഈ പാത്രത്തില് പാല് കുറവാണല്ലോ. അതെ, എനിക്കും. എനിക്ക് കൂടുതലായിട്ടുണ്ടല്ലോ. ഗസ്റ്റ് ആയത് കൊണ്ടാ. അതാ മാഡം എത്തിക്കഴിഞ്ഞു. ഓറഞ്ച്, ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന പാല് നീ എന്തിനാ കുടിച്ചത്? ഞാൻ എന്റെ പാത്രത്തിലുള്ള പാലാ കുടിച്ചത്. നിന്റെ പാത്രത്തിലെ പാല് ബണ്ണിയാണ് കുടിച്ചത്. കള്ളം പറയരുത്. ഓറഞ്ച്, കുടിച്ചത് നീയാണ്. പൊപ്പട്ട്, പറയടാ, കുടിച്ചത് ആരാണെന്ന് നീ കണ്ടതല്ലേ? അതെ, ഓറഞ്ച് തന്നെയാ. സംശയമുണ്ടോ? ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, അതാണ് പഴഞ്ചൊല്ല്. ഇവനിപ്പോ കഴിക്കുന്നു നല്ല ചെളിമണ്ണ്. അടികൈ. ഇവിടെയാണെങ്കിൽ മുഴുവൻ കഥ കാണല്ലോ. ഈ കളിയുടെ സ്പെഷ്യാലിറ്റി അതാണ്. പുറത്ത് കടക്കാനുള്ള വാതിൽ നമ്മൾ കണ്ടുപിടിക്കണം. കിറ്റി, റൈറ്റിലേക്ക് പോ. നോ, ലെഫ്റ്റാ കിറ്റി. ലെഫ്റ്റ്. ഞാൻ സ്ട്രേറ്റ് ആയിട്ട് പോവാൻ പോവാണ്. എടാ വേഗം ഓടിക്കോ. അവന്റെ കൈ കിട്ടിയാൽ നമ്മളെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും. ഞാൻ ഇവിടെ ഉണ്ട്. പിടിക്കേ, പിടിക്കേ. എടോ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എന്നെ കളിയാക്കുവാണോ? നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സാറേ, എന്നെ ദയവായി വിട്ടേക്ക്. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ പണി. മത്സരം വീറോടെ നടക്കുകയാണ്. എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടികൈ.
നീ എന്തായി കാണിക്കുന്നത്? രണ്ടുപേരും താഴെ വീഴും. എടാ മണ്ട, നീ എന്നെയും കൂടെ ഔട്ടാക്കിയിരിക്കുക. കുങ്ഫു കളിച്ചപ്പോൾ കിട്ടി നല്ല ചവിട്ട്. ഹണി കാരണം കിറ്റിയും ഇപ്പോൾ ഔട്ട്. അടികൈ. എടാ ഇത് അച്ചാറാ. അച്ചാറിനകത്ത് ബാക്ടീരിയ ഉണ്ടാകും. എല്ലാം ഞാൻ വൃത്തിയാക്കാം. ഈ അച്ചാറ് മേഡത്തിന് അമ്മ കൊടുത്തയച്ചതാണ്. മേഡം വന്ന ഞങ്ങളെ തല്ലും. താൻ ഇതൊന്ന് മതിയാക്ക്. ജോലി പൂർത്തിയാക്കാതെ ഞാൻ നിർത്തൂല. യാ. അവന്റെ ബോധം പോയി. ഈച്ചയെ നശിപ്പിച്ചേ മതിയാകൂ. ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഈ വീട്ടിൽ വേറെ പ്രാണികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം ഞാൻ വൃത്തിയാക്കും. മര്യാദക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ മൊത്തത്തിൽ വൃത്തിയാക്കും. സംശയട്ടോ? ജോലി ഇനിയും മുഴുവനായിട്ട് തീർന്നിട്ടില്ല. നീ ഇത്രയൊക്കെ ചെയ്തു തന്നെ ഞങ്ങക്ക് മതിയായി. വൃത്തിയാട്ടോമാരെ, ഇനി നിങ്ങളെ എല്ലാരെയും ഞാനൊന്ന് വൃത്തിയാക്കാടാ. നീയെല്ലാം കൂടി എന്റെ വല പൊട്ടിച്ചു അല്ലേ? ധൈര്യം ഉണ്ടെങ്കില് എന്റെ അടുത്തേക്ക് ഒന്ന് വാടാ. ഇതിൽ ഞങ്ങളുടെ തെറ്റൊന്നുമില്ല. ഞാൻ ഇയാളോട് പറഞ്ഞതാ, സ്പൈഡറിന്റെ വലയാ അത്, ഒന്നും ചെയ്യരുതെന്ന്. സ്പൈഡർ വൃത്തിയാക്കും ഞാൻ. ഇങ്ങോട്ട് വാടാ. എങ്ങോട്ടാ പോയത്? എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പണി കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. സംശയട്ടോ? ഈ ടോപ്പി വാങ്ങാൻ വേണ്ടി നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടണോ? ടോഫി അല്ലടാ കഴുതേ, ട്രോഫിയാണ്. സംശയമുണ്ടോ? നന്ദു, നീയും മത്സരിക്കാൻ പോവുകയാണോ? നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തനാക്കാത്ത ഏത് മത്സരമാണ് ഇവിടെ നടക്കുന്നത്? അല്ല, ഒരു കഴുത മത്സരിക്കുമ്പോ ഒരു ഭ്രാന്തൻ മത്സരിച്ചൂടെ? അപ്പൊ നീ എങ്ങനെയാണ് മത്സരിക്കുന്നത്? നീ കഴുതയായതുകൊണ്ടാണോ അതോ ഭ്രാന്തനായതുകൊണ്ടാണോ? അടിപൊളി മറുപടി തന്നെ. അവസാനം ജയിക്കാൻ പോകുന്നത് കർത്ത എല്ലാവരുടെയും സുഹൃത്താ. അതെ, ഞാൻ ഇന്ന് കഴിച്ചിട്ട് വന്നത് പുട്ടും കടലയുമാണ്. എന്നാൽ ഈ മത്സരം അല്പം കടുപ്പമാണ്. അടികൈ. ഗെറ്റ് സെറ്റ് ഗോ. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വേണം ബോള്. ഇതിലിട്ടിരിക്കുന്നത് തെർമോകോള്. അടികൈ. എടാ ഹണി, ഒന്ന് ഉറങ്ങാൻ വിട്. ആരോ എന്നെ കടിച്ചു. നിന്നെ എന്തിനാടാ കടിക്കുന്നത്? കടിച്ചുന്നേ. പിന്നെയും കടിച്ചു. കടിച്ചത് കൊതുവായിരിക്കോടാ. എന്നെ തല്ലുന്നോ?
നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്റെ ആഹാരം പറന്നുപോയി. ഇനി ഞാൻ അത്താഴത്തിന് എന്താ ചെയ്യാ? പറയൂ. ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരും വന്ന് ഇടപെടരുത്, മനസ്സിലായോ? എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ ഒന്നും അറിയണ്ട. എന്റെ ആഹാരം പറന്നുപോയി. ഇനി എന്റെ അത്താഴം ആരാണ് തരിക? പറ. സോറി. സോറി തിന്നാ എന്റെ വയറ് നിറയൂല. അത്താഴത്തിന് എന്ത് ചെയ്യുന്നു പറ. എന്റെ അമ്മച്ചി, നീ എന്താടാ എന്നെ തല്ലിയേ? ഞാൻ തല്ലിയതല്ല എന്റെ കൊച്ചളിയാ. ആ കൊതുക് വന്ന് അവിടെ ഇരിക്കായിരുന്നു, അതിനെ തല്ലിയതാ. നിർത്തടാ. ദേ നോക്ക്, ഈ കൊതുകടി ഈച്ചടിയൊക്കെ പകലിൽ വെച്ചോണം, രാത്രി വേണ്ട. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എല്ലാം ഞാൻ വൃത്തിയാക്കാം. ഇവിടെ എല്ലാം വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ? ഇല്ല, ഞാൻ ലസ്സി ഉണ്ടാക്കുന്ന ആളാ. കഴിക്കുന്നോ? അങ്ങനെയെങ്കിൽ എനിക്കൊരു ഗ്ലാസ് ലസ്സി എടുക്ക്. ഓ ഇന്നാ പിടിച്ചോ. താൻ എന്തായി കാണിക്കുന്നേ? എല്ലാം ഞാൻ വൃത്തിയാക്കും. ചേട്ടായി, പെറ്റ്സ് കൺട്രോൾ ആണ് ചെയ്യേണ്ടത്, അല്ലാതെ ഹണി കൺട്രോൾ അല്ല, മനസ്സിലായോ? എല്ലാം ഞാൻ കൺട്രോൾ ചെയ്യാം, ടെൻഷൻ അടിക്കണ്ട. വീട് മുഴുവൻ ചെലന്തി ഈച്ചയും കൊണ്ട് നിറഞ്ഞിരിക്കുക. എല്ലാം ഞാൻ വൃത്തിയാക്കാം. ഇതിന്റെയൊക്കെ ഉത്ഭവം സ്റ്റോർ റൂമിൽ നിന്നാണ്. അവിടെ ആദ്യം വൃത്തിയാക്കണം. അത് ശരി. എന്തൊരു വൃത്തിയാണ് ഇവിടെ നിന്നാ എല്ലാം ഉത്ഭവിക്കുന്നത്. എല്ലാത്തിനെയും ഞാൻ വൃത്തിയാക്കാം. ആ വല നശിപ്പിക്കേണ്ട, അത് സ്പൈഡറിന്റെ ആണ്. വല ഉണ്ടാക്കുന്നത് സ്പൈഡർ തന്നെയാണ്, അല്ലാതെ വീട്ടിനകത്ത് പെൻഗ്വിൻ വല ഉണ്ടാക്കുവോ? വീട് നശിപ്പിക്കുന്ന എല്ലാത്തിനെയും ഞാൻ മൊത്തത്തിൽ നശിപ്പിക്കും. ഇവൻ എന്താ സംഭവിച്ചത്? അകത്ത് തനിച്ചായിരുന്നല്ലോ, പേടിച്ച് വരച്ചതായിരിക്കും. ഓഹോ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, പറഞ്ഞാ മനസ്സിലാവൂലേ? എല്ലാ പ്രാണികളെയും നശിപ്പിക്കുക. ഇനി ഞാൻ എന്താ കഴിക്കുക? ഇങ്ങനെ പോയാ വിശപ്പിന് ഞാൻ നിങ്ങളെ തിന്നേണ്ടി വരൂ. ഇതിൽ ഞങ്ങളുടെ തെറ്റൊന്നും തന്നെ ഇല്ല. ഇതിനെല്ലാറ്റിനും കാരണം ഈ പെറ്റ്സ് കൺട്രോളറാണ്. ഒരു മുതലയെ ഇത്തിരി പോന്ന പല്ലി തല്ലുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. രക്ഷിക്കണേ. നീ എന്തിനാ ഒരാവശ്യമില്ലാതെ എന്നെ തല്ലുന്നത്? കല്ലിന്റെ ഇടയ്ക്ക് രണ്ടെണ്ണം ഒക്കെ കിട്ടിയെന്ന് വരും. ഇനി എന്റെ അടുത്തേക്ക് വരരുത്. നോക്ക്, ബാക്കിയുള്ള മുറിയിലും പെറ്റ്സ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈച്ച. കണ്ടോ എന്റെ ജോലിയിലെ പെർഫെക്ഷൻ? എല്ലാം ഞാൻ വൃത്തിയാക്കാം. ഞങ്ങളുടെ ലഞ്ചാ നിങ്ങൾ നശിപ്പിച്ചത്. ഇനി ഞങ്ങൾ എന്താ കഴിക്കുക? ഓഹോ, ഇത്രയ്ക്കും പൊടിയോ? എല്ലാം ഞാൻ വൃത്തിയാക്കും. വേണ്ട.